എല്ലാവർക്കും നമസ്കാരം. റേഡിയോ രംഗിന്റെ ശുഭദിന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിങ്ങം 1, ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു നല്ല കാലം കൂടി സമാഗതമാകുന്നു. കർക്കിടകത്തിന്റെ ക്ലേശങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ച് രാമായണത്തിന്റെ പാരായണത്തിലൂടെ ഭക്തിയും വിശ്വാസവും സ്നേഹവും വീണ്ടെടുത്ത് ഒരു പുതിയ പുലരി കൂടി സമാഗതമായിരിക്കുന്നു. ചിങ്ങമാസം കർഷക ദിനമായിട്ട് ആചരിക്കുന്നത് ആണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കർഷക ദിനത്തിന്റെ പ്രാധാന്യം, പുതിയ വിളവെടുപ്പ്, പുതിയ കൃഷിരീതികൾ, പ്രകൃതി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നു. ഇതെല്ലാം ചിങ്ങമാസത്തിന്റെ പ്രത്യേകതകളാണ്. മനസ്സിലുള്ള മാലിന്യങ്ങളെല്ലാം ഇല്ലാതായി സർവഗുണ സമ്പുഷ്ടരായി മനുഷ്യർ മാറി പ്രകൃതിയും അതിനനുസരിച്ച് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ശോഭായമാനമായ ഒരു പ്രത്യേകതയാണ് ചിങ്ങമാസക്കാലം നമുക്ക് സമ്മാനിക്കുന്നത്. ചിങ്ങമാസത്തിന്റെ മറ്റൊരു പ്രത്യേകത ഓണക്കാലത്തിന്റെ വരവാണ്. മലയാളി എന്നും ഐശ്വര്യത്തോടും സന്തോഷത്തോടും കൂടി സ്വീകരിക്കുന്ന ഗൃഹാതുരത്വത്തിന്റെ സ്മരണകൾ ഉണർത്തുന്ന പൊന്നോണക്കാലം ചിങ്ങമാസത്തിലാണ് എന്നുള്ളത് മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ചാരിതാർത്ഥ്യജനകമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ലളിതഗാനമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ചിങ്ങത്തിരുവോണ സൂര്യോദയം ചിത്രവർണ്ണാങ്കിത ദിവ്യോദയം മാബലി മന്നന്റെ തിരുവരവേൽപ്പിന് മലയാളമൊരുങ്ങുന്ന ദിവ്യോദയം ചിങ്ങത്തിരുവോണ സൂര്യോദയം ചിത്രവർണ്ണാങ്കിത ദിവ്യോദയം മാബലി മന്നന്റെ തിരുവരവേൽപ്പിന് മലയാളമൊരുങ്ങുന്ന ദിവ്യോദയം. മലയാളിയുടെ ശുഭകാര്യങ്ങൾക്കുള്ള തുടക്കം തന്നെ ചിങ്ങമാസം 1-ാം തീയതിയാണ്. നമുക്കറിയാം, മുണ്ടക്കൈ ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ ഒട്ടേറെ ദുരന്തങ്ങളും പ്രയാസങ്ങളുമൊക്കെ അനുഭവിച്ചവരാണ് നമ്മൾ. ഒട്ടേറെ പേരുടെ ജീവൻ നഷ്ടപ്പെടുകയുണ്ടായി. അവരെ സഹായിക്കാനുള്ള, അവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച് ജീവിത പന്ഥാവിലേക്ക് കൊണ്ടുവരാനുള്ള സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. കർക്കിടക മാസം അങ്ങനെ ദുരിതപൂർണമായി മാറിയത് നമുക്ക് ഏവർക്കും ഏറ്റവും അധികം ദുഃഖം നൽകിയ ഒരു സംഭവമായിരുന്നു. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നും കരകയറിയ വയനാട് ജനതയെ എല്ലാ തരത്തിലും ശാരീരികമായും സാമ്പത്തികമായും സഹായിക്കാൻ ലോകത്തെവിടെയുമുള്ള ആൾക്കാർ വളരെയധികം താല്പര്യം കാണിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ്. ആ മരിച്ചുപോയ ആത്മാക്കൾക്ക് നിത്യശാന്തി നേരാനും ഒക്കെ നമ്മൾ പ്രാർത്ഥനയിലൂടെ ശ്രമിച്ച ഒരു കാലഘട്ടം കൂടിയാണ് കർക്കിടക മാസം കടന്നുപോയത്. അധ്യാത്മരാമായണ പാരായണത്തിലൂടെ മാനസികമായിട്ടുള്ള നവീകരണം, മാലിന്യങ്ങളെല്ലാം ഇല്ലാതായി ജീവിക്കാനുള്ള വ്യഗ്രത, ഇതെല്ലാം സ്വായത്തമാക്കുന്ന നമുക്ക് ചിങ്ങമാസത്തിന്റെ വരവ് എന്തുകൊണ്ടും സർവൈശ്വര്യദായകമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. ഒരു മാസക്കാലം രാമായണ പാരായണം നിർവഹിക്കുവാൻ റേഡിയോ രംഗിന്റെ ആഭിമുഖ്യത്തിൽ എനിക്ക് സാധിച്ചു. അതിനുള്ള എല്ലാവിധ നന്ദിയും റേഡിയോ രംഗിന്റെ ചുമതലക്കാരനായിട്ടുള്ള അനിൽ വെൺകുളത്തിന് സമർപ്പിക്കുകയാണ്. 30 ദിവസം മുടങ്ങാതെ രാമായണ പാരായണം നിർവഹിക്കാൻ എനിക്ക് സാധിച്ചതും വളരെ വലിയ ഒരു ഈശ്വരാനുഗ്രഹമായിട്ടും ഞാൻ കരുതുകയാണ്. റേഡിയോ രംഗിന്റെ
എല്ലാ മാന്യ പ്രേക്ഷകർക്കും വളരെ സന്തോഷകരവും ഐശ്വര്യപൂർണവുമായ ഒരു ചിങ്ങമാസം തുടർന്നുള്ള കാലവും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ല ഐശ്വര്യം പുതുവർഷത്തിൽ ചിങ്ങമാസ പുലരിയിൽ ഇന്നു മുതൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് റേഡിയോ രംഗിന്റെ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.